ഇന്ന് നമ്മളൊരു ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പേളിമാണി സ്പെഷ്യൽ പ്രോൺസ് മസാലയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് അവിടെ ചെമ്മീനൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഭാഗത്തൊരു വെയിൻ പോലെ ഉണ്ടാവില്ല, ഒരു വേസ്റ്റിൻ്റെ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ നമ്മളിത് അതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പേളിമാണി ഇവിടെ ചെറുനാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ചെറുനാരങ്ങനീരൊക്കെ എടുത്ത് വെച്ചു, പക്ഷേ അതെനിക്ക് മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് ഇല്ലാതെ തന്നെ ഞാൻ നല്ല രീതിയിലൊന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ലാസ്റ്റ് ആ ഒരു ചെറുനാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെക്കാം. നമുക്ക് കറിക്ക് ആവശ്യമുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് മാരിനേറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മളിത് ആ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ പ്രോൺസ് എന്ന് പറയുമ്പോൾ ഒട്ടും അധികം വേവ് ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ നല്ല വേവുള്ളതാണ് തോന്നുമെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്താൽ തന്നെ നമ്മളെ പ്രോൺസ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ള എണ്ണ ഇത്തിരി കൂടുതലായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇത്തിരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ കുറച്ച് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 സവാള തിന്നായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയൊരു കടിക്കുന്ന പരുവല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാല വഴന്ന് കിട്ടണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മസാല നന്നായിട്ട് അങ്ങ് വഴന്ന് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നല്ല പഴുത്ത വലിയൊരു തക്കാളി കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ആ തക്കാളി നല്ല രീതിയിൽ അങ്ങ് ഉടഞ്ഞു വരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി കുക്കായിട്ട് കിട്ടും. വഴന്ന് ആവുന്നതിനേക്കാളും തക്കാളി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ അടച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് അങ്ങനെ സ്മാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ആ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ട് ആ ഒരു മസാല ഒന്നിങ്ങനെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് സമയം നമ്മൾ തിളപ്പിച്ചിട്ട് ഏകദേശം നമുക്ക് വേണ്ട ഒരു ഗ്രേവിയുടെ പരുവാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു എണ്ണ അടക്കൊന്നിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. പ്രോൺസ് നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. നമ്മൾ കറി വെച്ചാൽ, ഫ്രൈ ചെയ്താൽ, ബിരിയാണി ആക്കിയാലും ഒക്കെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. സ്നാക്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ, കുറച്ച് ചെമ്മീൻ കൊടുത്താൽ തന്നെ. അപ്പോൾ നമ്മളുടെ ആ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങനീരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മളിതാ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സവാളയുടെ മല്ലിയിലയുടെ കൂടെയൊക്കെ സെർവ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള പേളിമാണി സ്പെഷ്യൽ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ബട്ടർ ചേർക്കുന്നു, ചെറുനാരങ്ങനീര് ചേർക്കുന്നതന്നേ ഉള്ളൂ.